നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. ഇവിടെ വരുന്നവർക്ക് ഇപ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കൊടുക്കാതിരിക്കുന്നില്ല. ഏത് സാധാരണക്കാരനും ഫാമിലി ആയിട്ടോ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഫുഡ് കഴിക്കാം. മറ്റു ഹോട്ടലിൽ ഇരട്ടി പൈസ കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ പകുതിയാകുന്നുള്ളൂ അവർക്ക് ഫുഡിന് ചാർജ് തരും. ഹലോ ഫ്രണ്ട്സ്, ഞാനും നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു കടയിലാണ്. അതായത് മലബാർ ഹോട്ടൽ. ഇവിടെ 99 രൂപയ്ക്ക് ബിരിയാണി കിട്ടും. അതും അൺലിമിറ്റഡ് റൈസ് ആണ് കേട്ടോ. ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ തിരക്ക് കണ്ടോ, ഇത്രയും തിരക്കാണ് ഈ കടയിൽ. ഇത് ഏത് ടൈമിൽ വന്നാലും ഈ തിരക്കാണ്. നമുക്കൊന്ന് അകത്ത് കയറി ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, വാ. അപ്പോൾ ദേ ഇതാണ് നമ്മളിവിടെ മലബാർ ഹോട്ടലിലെ 99 രൂപയുടെ ബിരിയാണി. ഇതാണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും ഇതിപ്പോൾ എത്രാമത്തെ ചെമ്പാണ്? മൂന്നാമത്തെ ചെമ്പാണല്ലേ. ഇപ്പം മൂന്നാമത്തെ ചെമ്പ് കഴിയാറായി. ഏകദേശം ഇനി അതിൽ നിന്ന് റൈസ്, ആ ചെമ്പിൽ നിന്ന് റൈസ് ഇതിലോട്ട് വാരി ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ കൊടുക്കുന്നത്. അതേ മുട്ടയുണ്ട് കേട്ടോ റൈസിൻ്റെ കൂടെ. അതുപോലെ 2 ലാർജ് ചിക്കൻ പീസാണ് കേട്ടോ അവർ വരുന്നത്. ലാർജ് ചിക്കൻ പീസും റൈസും മുട്ട എല്ലാം കൂടെയാണ്. പിന്നെ ഈ റോബസ്റ്റ് വഴി ചില്ലി ചിക്കൻ ഇത് എല്ലാം കൂടെയാണ് 99 രൂപ എന്ന് പറയുന്നത്. ഇത് എവിടെ കിട്ടും? നമ്മുടെ ട്രിവാൻഡ്രത്ത് അല്ലേ? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആ ബിരിയാണി 99 രൂപ ബിരിയാണി ഒന്ന് കഴിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുക. എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചു നോക്ക് കേട്ടാ. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ ബിരിയാണി. ദേ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം ബിരിയാണിയും കൂടെ എത്തട്ടെ. ഓക്കെ, സൈഡായിട്ടുള്ള കറികളൊക്കെ വന്നിട്ടുണ്ട്. സലാഡ്, അച്ചാറാണ് ജാമാണ് അത്? ഇത് അച്ചാർ. ഓക്കെ, ഇത് ജാം. ഓക്കെ, സലാഡും അച്ചാറും ജാമും 3 എത്തിയിട്ടുണ്ട്. റോബസ്റ്റ് പഴം ഞാൻ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. അതായത് ഞാൻ വേറെ എങ്ങൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഒരു റോബസ്റ്റ് പഴമൊക്കെ ഉള്ളത് ഒരു ബിരിയാണിക്ക്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പപ്പടമുണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല, എല്ലാം ഉണ്ട് ഇവിടെ. ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ 99 രൂപയുടെ നമ്മുടെ ബിരിയാണി. ബാക്കി ഐറ്റംസും കൂടെ എത്തട്ടെ കേട്ടോ. എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ സലാഡ്, അച്ചാറ്, പിന്നെ ജാമ്, ചില്ലി ചിക്കൻ. എവിടെ കിട്ടും ഇതൊക്കെ? ചില്ലി ചിക്കൻ, പപ്പടം, റോബസ്റ്റ് പഴം. ഓക്കെ, ബിരിയാണി, ലൈം ജ്യൂസ്. ഇത് എല്ലാം കൂടി വെറും 99 രൂപ മാത്രം. ഓക്കെ, നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. ബിരിയാണി നല്ല ചൂടാണ് കേട്ടോ. എപ്പോഴും നല്ല ചൂടാണ് ഇവിടെ കിട്ടുന്നത്. നമുക്കൊന്ന് ഇലയിലോട്ടൊന്ന് ഇടാം. നല്ല ലാർജ് പീസാണ് കേട്ടോ. ലാർജ് 2 നല്ല വലിയ പീസ് മുട്ടയും ഉണ്ട്. കണ്ടോ, ഇത് ഭയങ്കര സംഭവമാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വേറെ എങ്ങും ഒരു ഹോട്ടലിലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ. വലിയ ലാർജ് 2 പീസ് ഉണ്ട് കേട്ടോ. ലാർജ് 2 പീസ്, ഒരു മുട്ട. എന്തായാലും എനിക്കിപ്പോൾ തന്നെ കൊതി വരെയാണ്. ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, കുറേ നേരമായി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കഴിച്ചില്ല. നമുക്ക് ലാർജ് ചിക്കൻ പീസൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിക്കാം. കുറച്ച് പപ്പടവും കൂടെ അങ്ങോട്ട് പൊടിക്കാം കേട്ടോ. പൊടിച്ചിട്ട് എൻ്റെ മണ്ടയിൽ വെച്ച് അങ്ങോട്ട് കഴിക്കാം. ഓക്കെ, കൊള്ളാം. ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റാണ് മെയിൻ. ഉഗ്രൻ ടേസ്റ്റാണ്. നന്നായിട്ടുണ്ട്. ചെറിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കഴിച്ചു പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അൺലിമിറ്റഡ് ബിരിയാണി ഉണ്ട് കഴിഞ്ഞാൽ ഞാൻ കുറേയാണ് മേടിക്കും. അത് ഉള്ളൊരു സത്യമാണ്. ഇവിടുത്തെ പറ്റി പറയണതാണ്ട് ഇനിയുണ്ട്. ഒരു സലാഡും ഇത്തിരി അച്ചാറും കൂടെ അങ്ങോട്ട് കുഴച്ചിട്ട് ഒരു മുട്ടയും കൂടെ എടുത്ത് കുറച്ച് മുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ പീസ് എടുത്ത് ഇതിൽ വെച്ചിട്ട് കുറച്ച് ജാമും കൂടെ എടുക്കണം. ജാമും കൂടെ വെച്ച് മൊത്തത്തിൽ അങ്ങോട്ട് പൊതിയാം. ചോറ് കൊണ്ട് പൊതിഞ്ഞിട്ട് വേണം കഴിക്കാൻ. കൊള്ളാടെ. സലാഡൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചാറും ജാമും നോക്കട്ടെ ഒന്നുകൂടി. ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് ജാം ഇങ്ങനെ വലുതായിട്ട് ടേസ്റ്റ് എടുക്കില്ല. അധികം പഞ്ചസാരയൊന്നുമില്ല. നൈസായിട്ടുള്ളൊരു ജാമ. ഇനി നമ്മളിവിടുത്തെ ചില്ലി ചിക്കൻ, ഇതാണ് സ്പെഷ്യൽ സാധനം. ഇതും കൂടി അങ്ങ് റൈസിൻ്റെ കൂടെ നമ്മൾ കുഴച്ച് കഴിക്കാം. ഇനി ചില്ലി ചിക്കൻ മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യോ, കൊള്ളാടെ. നന്നായിട്ടുണ്ട്. നല്ല ചില്ലി ചിക്കനാണ്. നൈസാണ്. ഈ സവാളയൊക്കെ എടുത്ത് ചില്ലി ചിക്കൻ്റെ കൂടെ സവാളയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട്
ഇതിലോട്ട് അങ്ങോട്ട് കുഴയ്ക്കണം. അതായത് ചില്ലി ചിക്കൻ്റെ മസാലയിലോട്ട് കുഴച്ചിട്ടൊന്ന് ബിരിയാണിയോടെ കഴിക്കാം. ഓക്കെ, എല്ലാം ഉഗ്രൻ ടേസ്റ്റാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം നൈസാണ്. എന്തായാലും ഇത് മൊത്തത്തിൽ ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ ഞാൻ. ഓക്കെ, ഇതേ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളയും കൂടെ അങ്ങോട്ട് കഴിക്കാം, അപ്പോഴത്തേക്കും തീരും. തീർന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത്തിരി കൊതി കൂടുതലാണ്. അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരും. ഇതേ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. രണ്ടാമത് ഉള്ള ബിരിയാണിയാണ് കേട്ടോ. അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂട് റൈസാണ്. അവിടെ ഈ ചിക്കൻ പീസൊക്കെ ആയിട്ട് എടുത്ത് വീണ്ടും ഒന്നും കൂടി അങ്ങോട്ട് കഴിക്കാം. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടി എന്നോണം പറയാം. നന്നായിട്ടുണ്ട്. അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത് മാത്രമല്ല, രണ്ടാമതും മൂന്നാമതും എത്ര വേണമെങ്കിലും ഇവർ തരും, എത്ര വേണമെങ്കിലും തരും. നമുക്ക് മതി വരുമല്ലോ, വയറ് നിറഞ്ഞ് നമുക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് സംതൃപ്തിയോട് പോകാൻ പറ്റും നമുക്ക്, കേട്ടാ. അതെ, അതേപോലെ തന്നെ നമ്മൾ റൈസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ സലാഡ് വച്ചാർ എല്ലാം എത്ര വേണമെങ്കിലും തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മതി വരുവോളം കഴിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തുവാ? വാട്ടർ മെലണോ? ഓ, ഇത് ആദ്യമില്ലായിരുന്നല്ലേ? ആദ്യം കൊണ്ടുവന്നില്ലായിരുന്നോ? ഓക്കെ 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 ഇത് വാട്ടർ മെലൺ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതെ, വാട്ടർ മെലണാണ് ഇത്. പപ്പയ്ക്ക ജാം. ഓക്കെ, ഇത് വാട്ടർ മെലൺ, പപ്പയ്ക്ക ജാം എന്തോന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഐറ്റം ആണ് എന്തോ. ഇത് ആദ്യം കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും തണ്ണിമത്തനാണ്, വാട്ടർ മെലണാണ്, പപ്പയ്ക്ക കൊണ്ടൊന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇല നിറയ്ക്കാനേ ഉള്ളു സംഭവം. ഇല നിറഞ്ഞു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല നിറയ്ക്കുന്നതാണ്. ഓക്കെ, ഇതേ കഴിച്ച് ഏകദേശമൊക്കെ തീർക്കാറായി. ചിക്കൻ്റെ ലെഗാണ്. വാ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് തീർക്കാം നമുക്ക്. ഓക്കെ, കണ്ടേ, ചില്ലി ചിക്കനും കുറച്ച് സലാഡുണ്ട്. സലാഡ് കണ്ട, കുറച്ച് അച്ചാറ്, ജാം കേട്ടോ, ജാം. ഇതെല്ലാം കൂടെ വേണ്ട അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കാൻ. വേണ്ട ചില്ലി ചിക്കൻ ഇതെല്ലാം ഉണ്ട്. ഇതാണ് ടേസ്റ്റ്. ഉഗ്രനാ. മൊത്തത്തിൽ കൊള്ളാട്ടെ, അടിപൊളി. ഇനി വേണ്ട പഴം, റോബസ്റ്റ് പഴമുണ്ട്, ലൈം ജ്യൂസ് കൂടെ ഉണ്ട്. ഇനി അതുകൂടെ അങ്ങോട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത്, ഞാൻ ഒന്നുകൂടെ പറയണം, പറഞ്ഞ് വെറുപ്പിക്കാനല്ല, ഒന്നുകൂടെ പറയണം, നമ്മുടെ ട്രിവാൻഡ്രത്ത് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. 99 രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് കിട്ടുന്ന ഒരു കട ഉണ്ടായാൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പല കടകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേ ഇവിടെ എങ്ങനെ നോക്കിയാലും 99 രൂപയ്ക്ക് നമുക്ക് ലാഭമാണ്. വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ചിക്കൻ്റെ വിലയൊന്നും ഇവിടെ ഒരു ബാധകവും ഇല്ല. ചിക്കൻ ഇപ്പോൾ നല്ല തീ പിടിച്ച വില കിടക്കണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ ഇവിടെ അതൊന്നും ഒരു ബാധകമല്ല. അന്നും തുടങ്ങി അന്ന് വരെ ഇന്ന് വരെ 99 രൂപ. അതിൽ നിന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയിട്ട് പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ. അതിൻ്റെ റോബസ്റ്റ് പഴം, ലൈം ജ്യൂസ്. ഇനി ലൈം ജ്യൂസ് നമുക്കൊന്ന് കുടിക്കാം. ഓക്കെ, അധികം പഞ്ചസാരയൊന്നുമില്ല, നൈസായിട്ടുള്ള ലൈം ജ്യൂസ് എല്ലാവർക്കും കുടിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കുക, കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, ഇനി നമുക്ക് താണ്ടെ ഇവിടെ കഴിക്കാൻ വന്നിരിക്കുന്നവരുടെ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, അതെ, നമ്മളെ ഇവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ഫുഡ് കഴിക്കണം, ബിരിയാണി കഴിക്കണം. അപ്പം നമുക്ക് ചേട്ടനോട് അഭിപ്രായം ചോദിക്കാം. ചേട്ടോ, ചേട്ടൻ്റെ പേരെന്താ? അനൂപ് എന്നാണല്ലേ? ഓക്കെ, ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥിരമായിട്ട് വരുമല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ അവിടുത്തെ ബിരിയാണിയൊക്കെ? എന്താണ് മൊത്തത്തിലൊന്ന് പറയാനുള്ളത്? പക്ഷേ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും വർത്താണ് 90 രൂപ ബിരിയാണി വരുന്നത്. അപ്പം ഈ റേറ്റിന് അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും യൂസ്ഫുൾ കിട്ടുന്നുണ്ട്. 99 രൂപയ്ക്ക് ഇതാണ്ട് ഇത്രയും ഐറ്റംസ്, 2 പീസ് ചിക്കൻ, മുട്ട, സലാഡ്, അച്ചാറ്, ജാമ്, പിന്നെ ഇതാണ്ട് ഈ പൈനാപ്പിളോ, തണ്ണിമത്തൻ, എനിക്കത് ലാസ്റ്റാണ് കിട്ടിയത്. പിന്നെ റോബസ്റ്റ് വേണം, എണ്ണി പറഞ്ഞാൽ തീരുമില്ല. റോബസ്റ്റ് വേണം, പിന്നെ ലൈം ജ്യൂസ് ഉണ്ട്, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ കഴിഞ്ഞു.
ഇതെല്ലാം കൂടെ 99 രൂപയ്ക്കാണ് കിട്ടുന്നത്. വേറെ എവിടെയെങ്കിലും ഇത്? വേറെ എൻ്റെ അറിവിൽ ഇവിടെ ട്രിവാൻഡ്രത്തില്ല. ഫീൽഡ് വർക്കാണ്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഈ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ ഇവിടെ കഴിക്കുന്നത്. ഇവിടെയാണ് സ്ഥിരമായിട്ട് കഴിക്കാൻ. അതെ അതെ. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു അത്ഭുതമാണ് ഇത് അല്ലേ? കാരണം നമ്മളിപ്പം സാധാരണ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുന്നവരാ, ചോറ് പോയി കഴിക്കുന്നവരാ. പക്ഷെ 99 രൂപ ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. തീർച്ചയായും ടേസ്റ്റ് അതിനോട്, അതായത് 99 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഇത് വർത്താണ്. അതുകൊണ്ടല്ലേ വീണ്ടും വരുന്നില്ലേ? തീർച്ചയായും. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? കൊടുക്കുന്ന പൈസക്ക് എന്തായാലും വർത്താണ്. അതെ, ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്ക്, നമ്മൾ ദിവസേന വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്തായാലും ബെറ്റർ വർത്താണ്. ചേട്ടാ ഇവിടെ അടുത്താണോ സ്ഥലം? അല്ല, ഞാൻ മലയങ്കീഴാണ് സ്ഥലത്താണ്. മലയങ്കീഴാണ്. അതെ, മെഡിക്കൽ റിപ്പയറിംഗ് വർക്ക് ചെയ്യണം. അപ്പോൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഈ പരിസരത്തുണ്ടെങ്കിൽ ഇവിടെ കഴിക്കാം. ഓ, കഴിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വരികയും ചെയ്യുന്നത്. ഓക്കെ ഏട്ടാ, ഓക്കെ ഏട്ടാ, താങ്ക് യു. ചേട്ടൻ കഴിച്ചോളൂ. ഓക്കെ. ഇതേ നമ്മുടെ ഇവിടെ വേറൊരു ബ്രോ ഇരിക്കുകയാണ്. ബ്രോയുടെ ഒന്ന് കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്നേ. ബ്രോയുടെ പേരെന്താ? അഭിജിത്ത് ആണല്ലേ? ഇവിടെ അടുത്താണോ സ്ഥലം? അടുത്താണ്. പേരൂർക്കടയാണല്ലേ? ഓക്കെ. സ്ഥിരമായിട്ട് വരുന്ന? ബഡ്ജറ്റ് കുറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വരും. അമ്മയാണോ? ഓക്കെ. അമ്മ നിങ്ങൾ എപ്പോഴും വരും? അമ്മയും കുട്ടി? അമ്മ ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇത്ര ലേറ്റിന് ഫുഡ് കാണും ഇവിടെ. 3 മണിക്ക് 4 മണിക്ക് ബിരിയാണി. അതെ, 4 മണിക്ക് വരെ 4 മണി വരെ ഉണ്ട് ഫുഡ്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ 4 മണി വരെ നല്ല തിരക്കാണ്. എങ്ങനെയുണ്ട് നമ്മളിവിടെ 99 രൂപയ്ക്ക് ഈ ബിരിയാണി പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ് സത്യം പറഞ്ഞാൽ. ഈ പഴം ഇതെല്ലാം സെറ്റപ്പ്, നാരങ്ങ വെള്ളം, അതെ, ഇതിനെല്ലാം സെപ്പറേറ്റ് പൈസ കൊടുത്ത് കഴിക്കണേക്കാളും ബെറ്റർ. സത്യം അത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 99 രൂപയ്ക്ക് 2 ലാർജ് ചിക്കൻ പീസ്, മുട്ട, പപ്പടം, സലാഡ്, അച്ചാർ, പിന്നെ ജാം ഉണ്ടായിരുന്നു. ജാമുണ്ട്. തന്നില്ല. ഓക്കെ. പിന്നെ പഴം, റോസ്റ്റ്. ചില ടൈമിൽ വരുമ്പോഴേ നമ്മൾ നല്ല നേരത്തെ വരണമെങ്കിൽ ചില്ലി ചിക്കന് 2 പീസും കൊടുക്കും. ചില്ലി ചിക്കൻ ഞാൻ കഴിച്ചായിരുന്നു. അതായത് ഇപ്പം അങ്ങോട്ട് തീർന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു കസ്റ്റമറിനോട് ചോദിച്ചായിരുന്നു, അവിടെ കിട്ടിയിട്ടില്ല, തീർന്നായിരുന്നു. അങ്ങനെ. അതെ, ഓക്കെ. 50 രൂപ ബിരിയാണിയിൽ അതൊന്നുമില്ല. 150 രൂപ ബിരിയാണിയിൽ അതൊന്നും ഒരിക്കലും ഇല്ല. നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തിന് ഇഷ്ടംപോലെ കടകളിൽ പോയി കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ എങ്ങും കിട്ടിയിട്ടില്ലല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പൈസക്ക് വർത്താണ്? 100% വർത്താണ്. അതെ അതെ, അൺലിമിറ്റഡ് റൈസ് ആണ്. ശരിയാ. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നമുക്ക്, അതായത് ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറും നിറയും, സംതൃപ്തിയാവും അല്ലേ? ഞാൻ കടയെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം അമ്മ ഇങ്ങനെ വന്നപ്പം കേട്ടത് ഞാൻ കഴിച്ചിട്ട് പോകുമ്പോഴൊക്കെ പറയും തന്നെ അല്ലേ? എങ്ങനെയുണ്ട് ആന്റിക്ക് കഴിച്ചിട്ട്? ഇവിടുത്തെ പ്രോൺസ് ബിരിയാണി നൈസാണ്. പിന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ട്, അത് നൈസാണ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് അങ്ങോട്ട് കഴിച്ച് തീർക്കണമല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. ശരി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചേച്ചി ഇവിടെ പോണ്ട്. ചേച്ചിയോട് ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താ? ദീപ. ഷീബൈ? ദീപ. ഓക്കെ. അപ്പോൾ ചേച്ചി, നമ്മളിവിടെ കട എത്ര നാളുണ്ട്? എത്ര ആളായി തുടങ്ങിയിട്ട്? ഈ ഓണം ആകുമ്പോൾ 2 വർഷം. 2 വർഷം ആവുമല്ലേ? അപ്പം നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് എന്ന് പറയുമ്പം 99 രൂപയ്ക്ക് വേറെ എങ്ങുമില്ല ഈ ഒരു ബിരിയാണി. അപ്പോൾ 99 രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് വെച്ച് ഈ ബിരിയാണി എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു? അതിൻ്റെ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിൻ്റെ ഓണറിന് പ്രത്യേകിച്ച് പ്രോഫിറ്റ് മോട്ടിവേഷൻ ഇല്ല. അദ്ദേഹത്തിന് എല്ലാവരും നല്ല സംതൃപ്തിയോടെ ഫുഡ് കഴിച്ചിട്ട് പോകണം. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ വേറെ പഴയ എണ്ണയോ അജിനോമോട്ടോ അങ്ങനെ ഒന്നും, ജെനുവിനായിട്ടുള്ള സാധനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്നും കഴിക്കുന്ന കസ്റ്റമറുണ്ട്. ഒരു കംപ്ലൈൻറ്റും ആർക്കും ഇല്ല. പുള്ളിക്ക് നല്ലൊരു ഫുഡ് കൊടുക്കണം, നല്ലൊരു പേര് വേണം, എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി പോകണം. ആ ഒറ്റ ഇതേ ഉള്ളൂ. പ്രോഫിറ്റ് മോട്ടിവേഷൻ അതിനകത്തില്ല. പിന്നെ ഒരു 18-16 പേർക്ക് ജോലി കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ വരുന്നവരുടെ മനസ്സും വയറും നിറയണമല്ലേ? അതാണ് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വൃത്തി വേണം, ഹൈജീൻ ആയിരിക്കും. അത് നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. നല്ല രീതിയിലാണ് എല്ലാവരും അതൊക്കെ ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആവണം എല്ലാം. അത് തന്നെ, ഇവിടെ വന്ന് കഴിക്കുന്ന എല്ലാവരും മനസ്സും വയറും നിറഞ്ഞ, അതായത് ഒരു പൂർണ്ണ സംതൃപ്തിയോടെയാണ് അവരെല്ലാവരും പോകുന്നത്. ഞാൻ ഇവിടെ 2-3 പേരോട് ചോദിച്ചായിരുന്നു കേട്ടോ, കസ്റ്റമേഴ്സിനോടെ അവരുടെ അഭിപ്രായം ഇവിടുത്തെ ഫുഡിനെ പറ്റി ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞത് തന്നെ, അവർ സംതൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. അതുപോലെ കൊടുക്കുന്ന പൈസക്ക് പുറത്താണ് ഫുഡൊക്കെ. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിലാണ് പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സ്ഥിരം ഫുഡ് തിരക്കി വരുന്നവരുണ്ട്. എന്താ? ഞങ്ങളുടെ ഫുഡ് സ്ഥിരം തിരക്കി വരുന്നവരുണ്ട്. കൊച്ചുകൂട്ടിലാണ് കൂടുതലും ഇതിൻ്റെ ആരാധന ഈ ഫുഡിൻ്റെ. അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക കസ്റ്റമർ എല്ലാം വരുന്നവരൊക്കെ ഇതുവഴി ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വരുന്ന പാഴ്സൽ മേടിച്ചിട്ട് പോകുന്നത്. എല്ലാവർക്കും നല്ല ഒരു റിവ്യൂ ആണ് തരുന്നത്. എല്ലാവരും ഇതുവഴി പോകുമ്പോഴേക്കും മിക്ക ദിവസങ്ങളും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നു. അടൂർ പ്രകാശ് സാറ്, പിന്നെ നമ്മുടെ വാവാ സുരേഷ്, പിന്നെ സീരിയലില്ല വരാറുണ്ട്, ഫാമിലി ആയിട്ടും വരാറുണ്ട്. നമ്മളെ കട എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്.
സൺഡേസ് ഓപ്പണിംഗ് ആണ്. സൺഡേ ഉണ്ട്. അതെ. എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ചേച്ചി? രാവിലെ 9:30 തൊട്ട് രാത്രി 10:30 വരെ. ഓക്കെ. നമ്മളെ ബിരിയാണി ഉള്ള സമയം രാവിലെ 10 മുതൽ രാത്രി 10 വരെ അവൈലബിൾ ആണ്. രാത്രി 10 വരെ ഉണ്ടല്ലേ? അതെ, ലൈവായിട്ട് ഉണ്ടല്ലേ? ഓ, ഞാനിപ്പോഴാണ് അറിയാം. ഞാൻ 4 മണി വരെ ഉള്ളൂന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, രാത്രി വരെ. അത് ഭയങ്കര ഒരു സംഭവമാണ്. രാത്രി ഫാമിലി ഒരുപാട് വരാറുണ്ട്. ഫാമിലീസും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ചേച്ചി, നമ്മളിപ്പോ ഞാൻ കുറച്ച് വ്ളോഗിലൊക്കെ കണ്ടായിരുന്നു ഇവിടുത്തെ വീഡിയോ ഒക്കെ. പക്ഷെ കുറച്ച് പേരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? 99 രൂപയ്ക്ക് ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ടില്ലാത്തവരായിരിക്കും നെഗറ്റീവ് പറയുന്നത്. അവർക്ക് അതുപോലെ ഇതുപോലെ മറ്റ് സംരംഭങ്ങൾ കാണും, കാറ്ററിങ്ങോ ഹോട്ടലോ അങ്ങനെയുള്ള ഡയറക്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് പറയും ഞങ്ങളുടെ ഹോട്ടലിൽ ആൾ കുറഞ്ഞു, ഇപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നു എന്ന് പറഞ്ഞ് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അത് കഴിക്കുന്നവരെന്തായാലും പറയും. നമ്മൾ ആ നെഗറ്റീവ് ഒന്നും കാര്യമാക്കി. നെഗറ്റീവ് എല്ലാം നല്ലത്, നെഗറ്റീവ് വേണമല്ലോ. അതെ അതെ, ഞാൻ കഴിച്ചായിരുന്നു. ഞാൻ ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന അവരുടെ എല്ലാവരുടെയും കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും ഞാൻ ചോദിച്ചായിരുന്നു, മിക്കുള്ളവരുടെയും ചോദിച്ചായിരുന്നു. അവർക്ക് നല്ല അഭിപ്രായമാണ്, മികച്ച അഭിപ്രായങ്ങളാണ്. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടല്ലേ? അതെ അതെ, നെഗറ്റീവ് വേണമല്ലോ അത്. അതെ. പിന്നെ നമുക്കിതിനെ ഹംസത്ത് എന്ന് പറഞ്ഞ കിള്ളിപ്പാലത്തുണ്ട്, അവിടെയും സെയിം റേറ്റ് ആണ്. കിള്ളിപ്പാലത്തും ഉണ്ടല്ലേ? അതെ, ടേക്ക് അവേ ആണ്, ഡൈനിങ് ഇല്ല. കാലടിയിലുണ്ട്. കാലടിയിൽ എന്താ? മലബാർ ഹോട്ടലാണ്. ചേച്ചി, അപ്പോഴേ നമ്മളിവിടെ ബിരിയാണി കൂടാതെ വേറെ എന്തൊക്കെ ഐറ്റംസ്? ഇവിടെ കോമ്പോസ് ഉണ്ട്, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. പൊറോട്ടയ്ക്ക് 4 പൊറോട്ടയും 2 പീസ് കറിയോ ഫ്രൈയോ കോംബോ 99 രൂപയുള്ളൂ. ഏത് സാധാരണക്കാരനും കൂലിപ്പണിക്കാരനായാലും വന്ന് വയറ് നിറയെ ഫുഡ് കഴിക്കും 99 രൂപയ്ക്ക്. പിന്നെ കപ്പയുണ്ട്, പുട്ട്, കൊഞ്ച് റോസ്റ്റ് കോംബോ 99. പ്രോൺസ് ബിരിയാണി മാത്രം 149 രൂപ, ബാക്കിയെല്ലാം 99. എല്ലാ ഫുഡും. വൈകുന്നേരം കട്ടൻ ചായനോട് ഫ്രീ ഉണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണിക്ക് ലൈം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല കസ്റ്റമർ വരുന്നുണ്ട്. നല്ല ഫുഡിനെ പറ്റി എല്ലാ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായമാണ്. എന്തായാലും നന്നായിട്ട് മുന്നോട്ട് പോട്ടെ ചേച്ചി, കേട്ടോ. ഇവിടെ നമുക്ക് കിച്ചൺ ലൈവാണ്. പാത്രം കഴുകുന്നതിന് മാത്രമേ അകത്തൊരു റൂമുള്ളൂ. ബാക്കി എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമർ നമ്പർ വെച്ച് ലൈവായിട്ട് തന്നെയാണ്. എല്ലാ ഫുഡും നമ്മുടെ ഫ്രീസർ നോക്കിയാൽ അറിയാം, ഒരു പഴയ ആഹാരമോ ഒന്നും. പല പ്രാവശ്യം ഫുഡ് ആൻഡ് സേഫ്റ്റി വന്നിട്ടുണ്ട്, അവരൊന്നും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവർക്ക് നല്ല അഭിപ്രായമാണ് നമ്മുടെ ഹോട്ടലിനെ പറ്റി. എല്ലാം ലൈവായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കസ്റ്റമർ മുമ്പ് തന്നെയാണ് എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ടൊന്ന് കഴിക്കാം. ഇതിൻ്റെ ഉടമസ്ഥനായ സെയ്ദലി എന്ന് പറയുന്ന സാറാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. പുള്ളിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഫുഡ് കഴിക്കുമ്പോൾ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് എപ്പോഴും പറയും. എപ്പോഴും അതാണ് പറയുന്നത്. ആ മനസ്സറിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് അവർ പ്രാർത്ഥിക്കും. അത് തന്നെയാണ് ഏറ്റവും. അതെ അതെ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. അതെ അതെ. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞ് കസ്റ്റമേഴ്സിനോടും പിന്നെ നമ്മളെ ചേച്ചിയോടെ എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല കേട്ടോ ഇവിടെ വന്ന് കഴിച്ചാൽ. ഈ 99 രൂപയ്ക്ക് കിട്ടേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. താണ്ട 3-ാമത്തെ ചെമ്പോ 4-ാമത്തെ ചെമ്പോ എത്ര ചെമ്പാണെന്ന് അറിയുമ്പോൾ താണ്ട ഇതും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കൂടിയേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ 99 രൂപ നമ്മുടെ ട്രിവാൻഡ്രത്ത് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇടപ്പഴിഞ്ഞിയിലുള്ള മലബാർ ഹോട്ടലാണ്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്, നഷ്ടമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഇതിൽ വരാം. ഓക്കെ.